എന്നിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശുവെന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. മറിയ എന്ത് ചെയ്തു? അകത്ത് കയറിയോ? മറിയ കല്ലറയുടെ അകത്ത് കയറിയോ? ഇല്ല. അവൾ പുറത്തു നിന്ന് എന്താ ചെയ്തത്? കരഞ്ഞുകൊണ്ട് നിന്നു. കരഞ്ഞുകൊണ്ട് നിന്നു. എന്ത് പറ്റി? ഈ വലിയ തന്റേടം കാണിച്ചവർക്കൊന്നും കർത്താവ് പ്രത്യക്ഷനായില്ല. ഈ വലിയ തന്റേടം കാണിച്ച് ഓടി വന്നവർക്കൊന്നും കർത്താവിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ആര് കണ്ടു? പുറത്തു നിന്ന് ഈ കർത്താവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയയ്ക്ക് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി. 16-ാം വാക്യം. യേശു അവളോട്, മറിയ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിനു ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്. ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷനായി. മറിയ പറയുന്നു, ഞാൻ കർത്താവിനെ കണ്ടു. പത്രോസ് കണ്ടില്ല, യോഹന്നാൻ കണ്ടില്ല. ഇതിന്റെ വ്യത്യസ്തത ഇത് മനസ്സിലാക്കണം. തന്റേടത്തോടെ ഓടി കല്ലറയ്ക്കൽ വന്നവർ കണ്ടില്ല. അതിശക്തമായി ഓടി വന്നവർ പലപ്പോഴും കാണുന്നില്ല. നിനക്ക് കഴിവില്ലെങ്കിൽ കഴിവിൽ ഉറച്ചു നിന്ന് കരഞ്ഞ മറിയ കർത്താവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതാ. നമ്മുടെ ശക്തമായ ഉപവാസമോ ശക്തമായ പ്രാർത്ഥനയോ ശക്തമായ പാട്ടോ ഒന്നുമല്ല പലപ്പോഴും കർത്താവിനെ കാണുവാൻ സഹായിക്കുന്നത്. ഹല്ലേലൂയ. പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയ കർത്താവിനെ കണ്ടു. എന്നിട്ട് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. പത്രോസ് ചോദിച്ചു, കണ്ടോ? എങ്ങനെ? അവിടെ എല്ലാം തുണിയെല്ലാം ചുരുട്ടി വെച്ചേക്കുമല്ലായിരുന്നു, നീ എങ്ങനെ അവനെ കണ്ടത്? പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല. കർത്താവിനെ കാണുവാൻ വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട് എന്ന് പറയുന്നവരൊന്നുമല്ല പലപ്പോഴും നമ്മുടെ കർത്താവിനെ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തതയുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പറയുന്നത് പോലെ കാണുവാനും നമ്മൾ പറയുന്ന പോലെ പ്രത്യക്ഷപ്പെടുന്നവനും ഒന്നുമല്ല നമ്മുടെ കർത്താവ്. വളരെ ബലഹീനയായി, ഇതിനൊന്നും കഴിവില്ലാതെ, ഇതിനുള്ളിലേക്ക് കയറുവാൻ നിവൃത്തിയില്ലാതെ ഭയന്ന് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയ നമ്മുടെ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. നിന്റെയും ജീവിതത്തിൽ നിന്റെ ഉപവാസത്തിന്റെ തടിമിടുക്കോ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയോ ഒന്നുമല്ല പലപ്പോഴും കർത്താവിനെ കാണുവാൻ സഹായിക്കുന്നത്. നിനക്ക് കർത്താവിനോടുള്ള ഉള്ളിൽ നിന്നുള്ള വലിയ സ്നേഹം. മറിയെപ്പോലെ നീ ഒന്ന് കരയുമോ? നിനക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവിനെ കാണേണ്ട സമയങ്ങളിൽ, നിനക്ക് കാണണം എന്നുള്ള സമയങ്ങളിൽ, വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയങ്ങളിൽ കാണുവാൻ കഴിയാത്തത് കാണുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്ക് ഉള്ളത്. കർത്താവിന്റെ മുമ്പിൽ വന്നൊന്ന് കരയാൻ കഴിയുമോ? എങ്കിൽ ആർക്കും വിടുവിക്കുന്നതിന് മുമ്പ് വിടുവിക്കുവാൻ, നിന്റെ വിഷയം വിടുവിക്കുവാൻ കർത്താവ് കടന്നു വരും. ഇന്നത്തെ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ മറിയയ്ക്ക് കഴിഞ്ഞു. പത്രോസിനും യോഹന്നാനും കഴിയാഞ്ഞത് മറിയയ്ക്ക് സാധിച്ചു. പ്രതിസന്ധിയിൽ കരഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നുവരും. നിങ്ങൾ ഓരോരുത്തരുടെയും വിഷയത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, പ്രതിസന്ധിയിൽ തകർന്നിരിക്കുമ്പോൾ കർത്താവ് അടുത്തുവന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. കൃപകളിനാ
മറച്ചില്ലേ നീ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ പുതപ്പി വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ പുതപ്പി വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ